ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 3 വലിയ പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നല്ല പഴുത്തിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് നന്നായി പഴുത്താലും ചെറിയ പുളിയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് നടുവായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് എടുക്കാം. ഇപ്പോൾ ഞാൻ 3 പാഷൻ ഫ്രൂട്ടിൻ്റെയും ഉള്ളിലുള്ള കുരുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലെ 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഈ കാണുന്ന കുരുവെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ മിക്സഡ് ജാർ ഒന്നും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബാക്കി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3.5-4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ പാഷൻ ഫ്രൂട്ടിന് നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നന്നായി മധുരം വന്നാലേ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായി പതഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.